നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PJ ജോസഫ് തൊടുപുഴയിൽ നിന്ന് തന്നെ മത്സരിക്കും. വിജയസാധ്യത കണക്കിലെടുത്താണ് തീരുമാനം. മുതിർന്ന നേതാക്കളൊക്കെ മത്സരരംഗത്ത് തുടരുമെന്നാണ് PJ ജോസഫിന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്ന പ്രചാരണം ചിലർ വ്യക്തി താല്പര്യം കൊണ്ട് നടത്തുന്നതാണെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് 24 പറഞ്ഞു. നിലവിൽ തൊടുപുഴയുടെ MLA ആണല്ലോ PJ ജോസഫ്. അപ്പം മത്സരിക്കാണ്ടിരിക്കാനുള്ള ഒരു സാധ്യതകളും പാർട്ടി കാണുന്നില്ല. പാർട്ടി ചെയർമാനാണ്. പാർട്ടി ചെയർമാനും പാർട്ടിയും യോജിച്ച് എടുക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവും. അപ്പോൾ അത് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ചിത്രം വ്യക്തമാവും. ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലെ സംസ്ഥാന തലത്തിൽ മുന്നണി നേതൃത്വം ചേർന്നെടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും ഏതൊക്കെ പാർട്ടി എവിടെയാണ് മത്സരം. പ്രാദേശികമായിട്ട് ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ആയിട്ടൊന്ന് അതങ്ങ് അങ്ങനെ കാണേണ്ട കാര്യമേ ഉള്ളൂ. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ശരിക്കും അബു പറയുന്നത് എന്താണ്? എന്തായാലും PJ ജോസഫ് മത്സരരംഗത്തുണ്ടാകും. ആരോഗ്യമോ പ്രായമോ ഒന്നും ഇക്കാര്യത്തിൽ പ്രശ്നമല്ല എന്ന് തന്നെയാണോ അബു ജോസഫ് പറയുന്നത്? തീർച്ചയായിട്ടും ആരോഗ്യ കാരണങ്ങളാൽ PJ ജോസഫ് ഇത്തവണ തൊടുപുഴയിൽ മത്സരിക്കില്ല എന്ന തരത്തിലുള്ള പ്രചരണം വ്യാപകമായിരുന്നു. അതിനിടയിലാണ് നമ്മൾ അബു ജോൺ ജോസഫിന്റെ പ്രതികരണം തേടിയത്. എന്തായാലും ഇത്തവണയും PJ ജോസഫ് തന്നെ മത്സരിക്കുമെന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. തൊടുപുഴയിൽ തന്നെ മത്സരിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത്. തൊടുപുഴയുടെ MLA ആണ് നിലവിൽ PJ ജോസഫ്. തൊടുപുഴയിൽ ഇത്ര കണ്ട് വികസനം നടത്തിയ മറ്റൊരാളില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി ചെയർമാനായിട്ടുള്ള PJ ജോസഫ് തന്നെ തൊടുപുഴയിൽ മത്സരിക്കുമെന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ മാറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 11 തവണ തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടിയിട്ടുള്ള ആളാണ് PJ ജോസഫ്. 2001 ഒഴികെ അദ്ദേഹത്തിന് മിന്നും വിജയം തൊടുപുഴയിൽ കരസ്ഥമാക്കാനും കഴിഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ നഗരസഭയിൽ ഉൾപ്പെടെ ചെറിയ ഒരു കോട്ടം കേരള കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വിജയ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് PJ ജോസഫ് വീണ്ടും മത്സര രംഗത്തേക്ക് ഇറങ്ങണം എന്നുള്ളൊരു തീരുമാനം പാർട്ടിയിൽ ഉണ്ടാവുകയും അത് PJ ജോസഫ് അംഗീകരിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനും കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് PJനെ തന്നെ മുൻപിൽ നിർത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയുള്ള നീക്കം നടത്തുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിന്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന തരത്തിലുള്ള ചില അവകാശവാദങ്ങളൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായും തള്ളുകയുമാണ്. നിലവിൽ കേരള കോൺഗ്രസ് സംസ്ഥാനത്തെ 10 നിയമസഭാ സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. ആ 10 സീറ്റുകളിലും ഇത്തവണയും സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. ഏതെങ്കിലും സീറ്റുകൾ വെച്ചുമാറുന്നതോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചർച്ചകൾ നടന്നിട്ടില്ല. അത്തരം സാഹചര്യമില്ല. തൃക്കരിപ്പൂരും അതുപോലെ തന്നെ ഇടുക്കി സീറ്റും, ഈ 2 സീറ്റുകളും വെച്ചു മാറണം, കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ പല കോണുകളിലും ഉയർന്നതാണ്. അതിലൊന്നും യാതൊരു അടിസ്ഥാനമില്ല. ചില വ്യക്തികൾ അവരുടെ ഇഷ്ടപ്രകാരം പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമായി അതിനെ കണ്ടാൽ മതി എന്നുള്ളതും അബു ജോൺ ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും PJ ജോസഫ് പിന്നോട്ടില്ല. 84-ാം വയസ്സിലും അദ്ദേഹം മത്സര രംഗത്ത് വീണ്ടും സജീവമായി തന്നെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനും കഴിയുന്നത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.